ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോണതേ ഹിജാബ് ക്യാപ്പ് അഥവാ തൊപ്പിത്തട്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് എളുപ്പമായിട്ട് തയ്ക്കുക എങ്ങനെയാണെന്നാണ് ഈ കാണിച്ചു തരാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലൊരു പഴയ ഷാളുണ്ട്. ആ ഒരു ഷാൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്ച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഷാളിൽ നിന്ന് നമ്മൾ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കാൻ പോണ ഈ ഒരു ക്യാപ്പിന് എത്രയ്ക്ക് നീളം വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നീളത്തിൽ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ നടുമടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നാലാക്കിയിട്ടിട്ടാണ് കേട്ടോ മടക്കി ഇട്ടിട്ടുള്ളത്. ഇതുപോലെ മടക്കിയിടുമ്പോഴേ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് രണ്ട് മടക്കായിട്ടാണ് തുണിയിരിക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു തുണിക്ക് നീളം വന്നിട്ടുള്ളത് 22 ഇഞ്ചാണ്. അപ്പോൾ ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ഒരു 2 ഇഞ്ചൊക്കെ കുറച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ 4 ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്നത് നമ്മൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരിക്കും കേട്ടോ. മേൽഭാഗത്ത് ഇതുപോലെ ഓപ്പൺ അല്ലാതെ ആയിരിക്കും മടക്ക് വരുന്നുണ്ടാവുക. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണിയിൽ വീതി മാർക്ക് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇത്രയ്ക്ക് വീതി വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടി കുറച്ചിട്ട് നമുക്ക് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ വീതി മാർക്ക് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ് കേട്ടോ. 2 മടക്കാക്കി ഇട്ടതിൻ്റെ നീളമാണ് കേട്ടോ 22 ഇഞ്ച് വന്നിട്ടുള്ളത്. മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ മേൽഭാഗം ദേ ഇതുപോലെ ഓപ്പൺ അല്ല കേട്ടോ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി മേൽവശത്ത് നിന്നിട്ട് തൊട്ട് താഴോട്ട് 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു 9 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വരച്ചിട്ട് ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. മേൽഭാഗത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്കൊരു 3 ഇഞ്ചോളം നമുക്ക് ഇതേ രീതിക്ക് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് മേൽഭാഗത്തേക്കും കൂടി 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് നേരെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലുള്ള തൊപ്പിത്തട്ടൊക്കെ ഇനി കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പഴയ ഷാൾ മാത്രം മതി നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഷാളില്ലെങ്കിലും വേറെ ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടും ചെയ്തെടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഒരു ഭാഗത്ത് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു മൂലഭാഗത്തു നിന്ന് മേലോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് നിന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് മേൽഭാഗത്തേക്ക് കട്ട് ചെയ്ത് വരാണേ. അപ്പോൾ നമ്മൾ കറക്റ്റ് ബ്ലൗസിൻ്റെയൊക്കെ കൈക്കുഴി എങ്ങനെയാണോ കട്ട് ചെയ്യാറ് അതേ രീതിക്കാണ് കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് തയ്ച്ചെടുക്കാനായിട്ടേ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ കട്ടിങ്ങും ഒരുപാട് വരുന്നില്ല. അപ്പോൾ 2 പീസ് തുണിയിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തുണിക്ക് നമ്മൾ 9 ഇഞ്ചാണ് കേട്ടോ വീതിയും അതുപോലെ തന്നെ നീളവും എടുക്കുന്നത്. നമ്മൾ ആ ഒരു മേൽഭാഗത്ത് നിന്നിട്ട് ആദ്യം കട്ട് ചെയ്ത തുണിയിൽ താഴോട്ടുള്ള ആ ഒരു നീളം എടുത്തത് 9 ഇഞ്ചാണല്ലോ. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ ഈ എടുക്കുന്ന തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ 8 ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ 8 ഇഞ്ച് തന്നെ ഈ ഒരു തുണിയിൽ നീളവും വീതി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു തുണീനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെയുള്ള തൊപ്പിത്തട്ടം തയ്ക്കുമ്പോഴേ നമ്മുടെ ബനിയൻ്റെ ഒക്കെ തുണിയില്ലേ ആ ഒരു തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും, കുറച്ചിങ്ങനെ വലിച്ചലുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കോട്ടൻ്റെ തുണി അങ്ങനെയുള്ള ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ച് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള തുണിക്ക് 9 ഇഞ്ച് നീളവും വീതിയും തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ആ ഒരു തുണീനെ നടുമടക്കി വയ്ക്കുക. അപ്പോൾ 2 പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു തുണിയിൽ. മടക്കി വെച്ചിട്ടുള്ള തുണിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നിട്ട് മേൽഭാഗത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ഭാഗത്ത് നിന്നിട്ട് ഉള്ളിലോട്ട് 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ നമുക്കിത് ഇതേപോലെ ഇനി ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ. ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിനെ കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതേ ഇതുപോലെ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തതേ ഇത് കനം കുറഞ്ഞിട്ടുള്ള തുണിയൊക്കെ കാരണമാണ്. നല്ല ബനിയൻ്റെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒറ്റ പീസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നല്ല വശവും അതുപോലെ ചീത്ത വശവും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നല്ല ഭാഗം ഉള്ളിലോട്ട് കൊടുത്തിട്ട് ചീത്ത വശം വേണം കേട്ടോ പുറം ഭാഗത്തേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഭാഗം കറക്റ്റായിട്ട് പുറത്തേക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഒരു തുണിയുടെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചീത്ത വശത്തു കൂടെ നമുക്ക് ഇതേ രീതിക്ക് ആ ഒരു തെറ്റുഭാഗത്തു കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഏറ്റവും തെറ്റത്ത ഭാഗം ഇതേപോലെ വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് സൈഡ് ഭാഗത്തു കൂടെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും അരികു വശത്തു കൂടെ തയ്ക്കരുത്, കുറച്ച് ഉള്ളിലോട്ട് നീക്കി വെച്ചിട്ട് വേണേൽ തയ്ക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിന്നി കീറി വരും കേട്ടോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരഞ്ചെങ്കിലും ഉള്ളിലോട്ട് നീങ്ങിയിട്ട് വേണേൽ നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. തുണിയുടെ രണ്ട് സൈഡും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു അരികു വശങ്ങളിലൊക്കെ നമ്മൾ ചെറുതായിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചിടാനായിട്ട് പറ്റും. ഒരു സൈഡ് നമ്മളതേ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ രീതിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തും കറക്റ്റാക്കിയിട്ട് എടുക്കാം. രണ്ട് സൈഡും നമ്മളിതേ തിരിച്ചിട്ടെടുത്തതിന് ശേഷം താഴ്ഭാഗം ഇതുപോലെ ഒപ്പം വെക്കുക കേട്ടോ. ഇനി ഈ താഴ്ഭാഗത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവേ. ഇതുപോലെ മടക്കി വെച്ചിട്ട് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ്, ആ ഒരു തെറ്റ് ഭാഗം ഒന്ന് ഒപ്പം വെച്ചിട്ട് ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗം വെട്ടി കറക്റ്റാക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു തുണിയുടെ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ എടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തയ്ച്ചെടുത്തിട്ടുള്ള ആ ഒരു തുണിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലെ നമ്മളൊന്ന് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിലെ ആദ്യത്തെ ആ ഒരു പീസ് മേൽഭാഗത്തും രണ്ടാമത്തത് താഴ്ഭാഗത്ത് ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒരു സൈഡ് ആദ്യം തയ്ച്ചെടുക്കുക കേട്ടോ. ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും ഒക്കെ നമ്മൾ കൈ തയ്ച്ചെടുക്കുമ്പോൾ ആദ്യം ഒരു സൈഡ് തയ്ച്ചിട്ടല്ലേ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ച് തയ്ക്കുക. അപ്പോൾ അതേ രീതിക്ക് ഈ ഒരു ഭാഗത്തും തയ്ച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡ് നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക. ഇനി ഇതിലെ ഒരു ഭാഗം കൂടി നമുക്ക് തയ്ക്കാനുണ്ട്. നേരത്തെ തയ്ച്ച പോലെ തന്നെ ഏറ്റവും താഴത്തെ തുണിയും മേലത്തെ തുണിയും സെൻറ്റർ ഭാഗത്ത് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയും വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ മുഴുവനായിട്ട് തയ്ച്ചെടുക്കുക. ഇതേ രീതിക്ക് തയ്ച്ചെടുക്കുമ്പോഴേ നമ്മൾ തയ്ച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു തയ്യൽ വന്നിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു തേരി വശം, ആ ഒരു തുണിയൊക്കെ നമ്മൾ ഇതുപോലെ തയ്ച്ചിട്ട് മറച്ചിടുമ്പോൾ ഉള്ളിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അത് കാണില്ല. അപ്പോൾ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, പെട്ടെന്ന് തന്നെ പിഞ്ഞി വരാതിരിക്കാനും ഇങ്ങനെ തയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റ് വശങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് വിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിടാം കേട്ടോ. താഴ്ഭാഗം നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് ഇതേപോലെ കുറച്ച് തുണി ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കും. ആ ഒരു തുണീനെ നമുക്ക് ഉള്ളിലോട്ട് മറച്ച് വെച്ചിട്ട് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ.
അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടും അതിൻ്റെ ആ ഒരു തയ്ച്ച ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് കിട്ടുക നമുക്കിങ്ങനെ തയ്ക്കുമ്പോഴേ. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിക്ക് തയ്ക്കുകയാണെങ്കിൽ ആ തയ്ച്ചിട്ടുള്ള ആ ഒരു തെറ്റുഭാഗമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഈ നൂലൊക്കെ ആയിട്ട് കണ്ട് നിൽക്കും. അപ്പം അങ്ങനെ വൃത്തികേടില്ലാണ്ട് നല്ല രീതിക്ക് കിട്ടാനായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ പീസ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 ഇഞ്ചോളം നീളം വരുന്ന എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇതുപോലെ ആ ഒരു തെറ്റ് ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് തയ്ക്കുക, പിന്നെ നമുക്ക് വലിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഭാഗത്തേക്കും കൂടി വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. അങ്ങനെ തയ്ച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ച് മടക്കി വെച്ചിട്ട് തയ്ച്ച് കംപ്ലീറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ പുറത്തേക്ക് തയ്ക്കുകയാണെങ്കിൽ അവിടെ അധികം വൃത്തികേടില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാമല്ലോ തയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഇപ്പോൾ ചെയ്യണത് അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമെന്നുണ്ടെങ്കിലേ നമുക്ക് ആദ്യം ഒരു സൈഡ് ഇങ്ങോട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു എലാസ്റ്റിക്കിനെ ഈ ഒരു ഒറ്റത്തെ തുണിയുടെ ആ ഭാഗം വരെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എലാസ്റ്റിക്കും തുണിയും തമ്മിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഭാഗവും തുണിയും കൂട്ടിയിട്ട് ഉള്ളിലോട്ട് നല്ല വൃത്തിയായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ ഒരു മേൽഭാഗത്തു കൂടെ നല്ല രീതിക്ക് തന്നെ ഒരു തവണ തയ്ച്ചെടുക്കാം. ആദ്യത്തെ വട്ടം ഇതേപോലെ എലാസ്റ്റിക്കും തുണിയും തമ്മിൽ തയ്ക്കുമ്പോഴേ എലാസ്റ്റിക് ചെറിയ പീസായ കാരണം അത്യാവശ്യം നന്നായി വലിച്ചെത്തിച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ആ ഒരു തുണിയും എലാസ്റ്റിക്കും കൂടി തയ്ച്ച് കഴിയുമ്പോൾ. പിന്നെ നമ്മളിതൊന്ന് കറക്റ്റായിട്ട് ഒപ്പം വയ്ക്കുക കേട്ടോ സൈഡ് ഭാഗങ്ങൾ. അതിന് ശേഷം ഒന്ന് അതിൻ്റെ മേൽഭാഗത്തു കൂടെ നല്ല രീതിക്ക് തയ്ച്ചെടുക്കുക. നമ്മുടെ കയ്യിലേ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെ ഉള്ള തുണി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു ഷാൾ ഇരുന്നിരുന്ന കാലമാണ് ഈ ഒരു ഷാൾ വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള തുണിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു തൊപ്പിത്തട്ടനും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹിജാബ് ക്യാപ്പ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ എലാസ്റ്റിക്കൊക്കെ വന്ന കാരണം ഇങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ വലിച്ചിലുണ്ടാവും കേട്ടോ. നല്ല രീതിക്ക് വെക്കാനും പറ്റും. പഴയ ഷാളൊക്കെ കയ്യിലിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ഇതേപോലെ ഒരെണ്ണം തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എത്ര നന്നായിട്ടാണ് കിട്ടിയെന്ന് മനസ്സിലാവും. നമ്മളിത് തയ്ച്ചെടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിക്കണ പോലെ തന്നെ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഒരെണ്ണം കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മെറ്റീരിയൽ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി നല്ല കോട്ടൻ്റെ ഷാൾ വെച്ചിട്ട് തന്നെയാണ്. ആ ഒരു തുണി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള തുണികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് തുണി എടുത്തിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് കണ്ടോ കുറച്ചും കൂടി നല്ല ഇങ്ങനെ ഒതുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഭംഗിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്.